നമസ്കാരം. കേരളത്തിന്റെ തലസ്ഥാന നഗരി അതിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ദീർഘകാല പരിഹാരം തേടി കാത്തിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം മെട്രോ റെയിൽ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ വക്കിലാണ്. കൊച്ചി മെട്രോയുടെ നടത്തിപ്പ് ചുമതലയുള്ള KMRL MD ലോക്നാഥ് ബെഹ്റ പ്രഖ്യാപിച്ച പ്രകാരം നിർമ്മാണം ആരംഭിച്ച് 2.5 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാകും. അതായത് 2029 മുൻപ് തലസ്ഥാനത്ത് മെട്രോ ഓടിത്തുടങ്ങും. മെട്രോയ്ക്കായി തെരഞ്ഞെടുത്ത അലൈൻമെന്റ് നഗരത്തിലെ 4 പ്രധാന ഗതാഗത സംവിധാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. തിരുവനന്തപുരം വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം നോർത്ത് അതായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള റൂട്ടാണ് അലൈൻമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ആകെ ചെലവ് ഏകദേശം 8000 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 250 കോടി രൂപയാണ് 1 കിലോമീറ്ററിന് ചെലവായി കണക്കാക്കുന്നത്. ഇതിന്റെ സാമ്പത്തിക ബാധ്യത പങ്കിടുന്നത് 20% തുക സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരുമാണ്. ബാക്കി 60% തുക കണ്ടെത്തുന്നത് വായ്പകളിലൂടെയാണ്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളില്ലെങ്കിൽ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കും. ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം നൽകി കഴിഞ്ഞു. അലൈൻമെന്റിലെ ചെറിയ മാറ്റങ്ങൾ കാരണം നിലവിലെ DPR ഭേദഗതി വരുത്താനായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 1.5 മാസത്തിനുള്ളിൽ അവർ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് സംസ്ഥാന കേന്ദ്ര മന്ത്രിസഭകളുടെ അന്തിമ അനുമതി ലഭിച്ച ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ. ഏകദേശം 6 മാസത്തിനുള്ളിൽ ഈ ഭരണപരമായ നടപടികൾ പൂർത്തിയാക്കാനാണ് KMRL ലക്ഷ്യമിടുന്നത്. ടെക്നോ പാർക്ക് 3 ഘട്ടങ്ങൾ, വിമാനത്താവളം, മെഡിക്കൽ കോളേജ്, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് ആദ്യഘട്ട അലൈൻമെന്റ്. കൊച്ചിയിൽ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരത്തെ എല്ലാ സ്റ്റേഷനുകളിലും പാർക്കിംഗ് സൗകര്യം ഒരുക്കാനും പദ്ധതിയുണ്ട്. ഭാവിയിൽ മെട്രോ ആറ്റിങ്ങൽ വരെയും നെയ്യാറ്റിങ്കര വരെയും ഒക്കെ വികസിപ്പിക്കാനും സാധ്യതയുണ്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാതൃകയിൽ 2 പദ്ധതികളുമായി കേരളം റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം രൂപീകരിച്ചിരുന്നു. 2014 പദ്ധതിയുടെ വിശദമായിട്ടുള്ള രൂപരേഖ DPR ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തയ്യാറാക്കി. പുതിയ സാഹചര്യം വിലയിരുത്തി 2021 DMRC പുതുക്കിയ DPR തയ്യാറാക്കിയിരുന്നു. സംസ്ഥാനത്തെ മെട്രോ പദ്ധതികളിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ നിബന്ധനകൾ വേണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. അതോടെ 2022 KMRL തിരുവനന്തപുരവും കോഴിക്കോടും മെട്രോ പദ്ധതികൾ ഏൽപ്പിക്കുകയും ചെയ്തു. പലതവണ അലൈൻമെന്റ് മാറ്റിയ ശേഷമാണ് ഇപ്പോൾ അന്തിമ ഉത്തരവിറക്കിയത്. ഈ മെട്രോ പദ്ധതി വെറുമൊരു യാത്രാ സൗകര്യം മാത്രമല്ല, തലസ്ഥാന നഗരിയുടെ സാമൂഹിക സാമ്പത്തിക വളർച്ചയുടെ ഒരു ചാലക ശക്തി കൂടിയാണ്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കാര്യക്ഷമമായി മറികടന്നാൽ 2.5 വർഷത്തിനുള്ളിൽ മെട്രോ യാഥാർത്ഥ്യമാകും. നഗരത്തിന്റെ വളർച്ച പരിഗണിച്ച് ഭാവിയിൽ മെട്രോ ആറ്റിങ്ങൽ, മെട്രോ നെയ്യാറ്റിങ്കര ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും പരിഗണിച്ചിട്ടുണ്ട്. നിലവിൽ നഗരം നേരിടുന്ന ഗതാഗത കുരുക്കിന് ഇതിലൂടെ അറുതി വരുത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിൽ ഉയർത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് പലരുടെയും വിലപ്പെട്ട മണിക്കൂറുകളാണ് നഷ്ടപ്പെടുന്നത്. എന്തായാലും അതിനെല്ലാം ഉടനടി പരിഹാരമാകുമെന്ന് കരുതാം. നിയമപരവും ഭരണപരവുമായ നടപടികളാണ് ഇനി നിർണായകം. ശരിയായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോയാൽ തിരുവനന്തപുരം മെട്രോ തീർച്ചയായും നഗരവാസികളുടെ ഗതാഗത സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.